പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യ ദിനം കൂടെ കർത്താവ് നമുക്ക് തന്നു. നീണ്ട വർഷങ്ങൾക്ക് മുമ്പേ മഹാരഥന്മാർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പൊരുതി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇന്ന് വളരെ സ്വാതന്ത്ര്യം മാനുഷികപരമായി നാം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവും നീണ്ട 2000 വർഷങ്ങൾക്ക് മുൻപേ നമുക്കൊരു സ്വാതന്ത്ര്യം നൽകി തന്നു. അത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്നും പാപിയായിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും അവിടെ നിന്നും നമ്മെ കരകയറ്റി ഇപ്പോൾ പാപിയല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവി തന്ന് നമ്മെ നിർത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൂതൻ അവനോട്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് വായിച്ചു കേട്ടത്. ആ വാക്യഭാഗം വായിച്ചു കേട്ടപ്പോഴേ എന്ത് ഭാഗമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. യോഹന്നാൻ എലിസബത്ത് ദമ്പതികൾക്ക് തലമുറകളില്ലാതിരുന്ന ഒരു സാഹചര്യം. രണ്ടുപേരുടെയും കുടുംബങ്ങളെ വീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കിയാൽ കാണാൻ കഴിയും. രണ്ടും പുരോഹിത കുടുംബത്തിൽ പിറന്നവരാണ്. പുരോഹിത കുടുംബത്തിൽ പിറന്നവർ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും. രണ്ടുപേരും പുരോഹിത കുടുംബത്തിലുള്ളവരായതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വിഷയത്തിനും പ്രതിസന്ധിയോ വിഷമങ്ങളോ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷേ ഇവിടെ വൈദ്യനായ ലൂക്കോസ് നമ്മളോട് പറയുന്ന ഒരു ഭാഗം, പുരോഹിത കുടുംബത്തിൽ പിറന്ന സെക്കരിയാവ്, എലിസബത്ത്, ഇവർക്ക് ഏറിയ വർഷങ്ങൾ തലമുറകളിലായിരുന്നു. ദൈവത്തിന് ഇഷ്ടം. അപ്പം ഇവിടെ വിവാഹശേഷം ഇവർ പ്രാർത്ഥിച്ച വലിയൊരു വിഷയമാണ്, ദൈവസന്നിധിയിൽ വെച്ച ഒരു വിഷയമാണ് തലമുറ എന്ന ഒരു വിഷയം. ഇന്ന് ഒട്ടനവധി പേർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം കൂടെയാണ്. തലമുറകൾ ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുള്ള പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ തലമുറകളില്ലാത്ത ഒരു വിഷയം വരുമ്പോൾ അവർക്ക് ലോകം കൊടുക്കുന്ന ഒരു പേരാണ് മച്ചി എന്ന് പറയുന്നത്, പ്രസവിക്കാത്തവൾ. ഇതേ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വാക്യം പറയുന്നുണ്ട്, മച്ചിയായവൾക്ക് ഇത് 6-ാം മാസം എന്ന് പറഞ്ഞാൽ ലോകം മുദ്ര കൊടുത്തൊരു പേരായിരുന്നു. ചർച്ചക്കാർ വിളിച്ച ഒരു പേരായിരുന്നു, അവർ കണ്ട ഒരു കണ്ണായിരുന്നു മച്ചി എന്നത്, പ്രസവിക്കാത്തവൾ എന്നത്. പക്ഷെങ്കിൽ അവൾ വായിക്കുന്നത് മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. സെക്കരിയാവ് പുരോഹിതനായിരിക്കുന്ന സമയം ദേവാലയത്തിൽ ധൂപം കാട്ടുവാൻ കയറിയപ്പോൾ അവിടെ സെക്കരിയാവിന് ദൂതൻ പ്രത്യക്ഷനാകുന്ന ഒരു ഭാഗമാണ് വായിച്ചത്. ഏറിയ നാൾ കൊണ്ട് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിനകത്ത് നേരിട്ടൊരു വിടുതൽ കൊടുക്കുന്ന ഒരു കാഴ്ച. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നാളിതുവരെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് എൻ്റെ വിഷയത്തിൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ ഭാവിപരമായ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കണമേ എന്ന് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകും. ഏതു വിധത്തിൽ പ്രാർത്ഥിക്കുന്ന, ഏതാവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും ഇന്നു പകൽ നിങ്ങളോട് ഒരു സന്ദേശം, ഒരു ദൈവശബ്ദം കൈമാറാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിവുള്ള
സന്നദ്ധനായൊരു ദൈവമാണ് യേശു ക്രിസ്തു. ദൈവത്തിന് ഇഷ്ടം. സെഖര്യാവ് ദേവാലയത്തിൽ ധൂപം കാട്ടുമ്പോൾ സെഖര്യാവ് കാണുന്ന കാഴ്ച ദൂതൻ പ്രത്യക്ഷനാകുന്ന കാഴ്ച. ദൂതൻ പ്രത്യക്ഷനായപ്പോൾ അടുത്ത വാക്യം കാണാൻ കഴിയുന്നത് 12 സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. അപ്പോ ദൂതനെ കണ്ടപ്പോൾ ഭയപരവശനായി. അത്രമേൽ തേജസ്സുള്ള, അത്രമേൽ കാഴ്ചയിൽ ഭയക്കുന്ന നിലയിൽ, പേടിപ്പിക്കുന്ന നിലയിൽ എന്നല്ല, വളരെ തേജസ്സുള്ള ഒരു ഇത് കണ്ടപ്പോൾ, ദൂതനെ കണ്ടപ്പോൾ സെഖര്യാവ് ഭയപ്പെട്ട് ഭ്രമിച്ച് ഭയപരവശനായ. അടുത്ത വാക്യത്തിൽ സെഖര്യാവിനോടൊരു മറുപടി കൊടുക്കുകയാണ്. സെഖര്യാവേ, നീ ഭയപ്പെടേണ്ട. അപ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൊരു ഭയം ഉണ്ടായിരുന്നു. എന്താണ് ഭയം? അതെ, ഞാനൊരു പുരോഹിത കുടുംബത്തിലുള്ള വ്യക്തി, എൻ്റെ ഭാര്യയും ഒരു പുരോഹിത കുടുംബത്തിലുള്ള വ്യക്തി. മേളത്തെ വാക്യം 5-6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാകൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേര്. എന്ന് പറയുമ്പോൾ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, നിഷ്കളങ്കതയുള്ളവരാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ദൂതൻ പറഞ്ഞ വേട്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഇവർ പ്രായം ചെന്ന് വയസ്സ് ചെന്നവരായ ഒരു സാഹചര്യം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എലിസബത്തും സെഖര്യാവും താഴോട്ട് 18 വാക്യത്തിലാണ് ഇവർ വൃദ്ധരാണ്, പ്രായം ചെന്നു എന്ന്. അപ്പോൾ ഇവർ വിവാഹം കഴിച്ച നാളിൽ ഏറിയ സമയങ്ങൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു ഈ വിഷയം. പക്ഷെങ്കിൽ ഒരുപാട് സമയങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു മറുപടിക്ക് വേണ്ടി. പക്ഷെങ്കിൽ ധൂപം കാട്ടുമ്പോൾ സെഖര്യാവിനോട് ദൂതൻ പറയാം, നീ ഭയപ്പെടേണ്ട, നിന്റെ ഏറിയ നാളത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിരിക്കുന്നു. ഇനിയും നിന്നെയും നിന്റെ ഭാര്യയും ലോകം ആമേഷ്ട്രോത്രം എന്ന് പറയത്തില്ല, ഭാര്യ നോക്കി മച്ചി എന്ന് പറയത്തില്ല, അവർ ഇനി നിന്ദിക്കത്തില്ല. നിന്ദകൾ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും. ഭയപ്പെടേണ്ട സെഖര്യാവേ, ഇനി നിന്ദിക്കപ്പെടാൻ അനുവദിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനനം നിന്റെ വീടിനകത്ത് നടക്കാൻ പോകുന്നു. സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് പറയാം, ഏറിയ നാളായി പ്രാർത്ഥിച്ചിട്ട് ഇതിന് മറുപടി ഇല്ലയോ എന്ന് നമ്മൾ ചോദിച്ച ചില വിഷയങ്ങളുടെ മേൽ ഇന്നു പകൽ ദൈവത്തിന് തരാനുള്ള ഒരു മറുപടി. ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായിരിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ട് നിനക്കൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പകരം ഈ ദൈവവചനം നമ്മളോട് ഓരോരുത്തരോടെ സംസാരിക്കുകയാ. ഭയപ്പെടരുത്. ആ വാക്കുകൾ കേട്ട് നാം തളർന്നിരിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഇനി ചില മറുപടികൾ വൈകിയാലും ഭയപ്പെടണ്ട. ചില മറുപടികൾ വൈകും. യോഹന്നാൻ എന്ന അസാധാരണമായി ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തി പുറത്തു വരാൻ വൈകി. കാരണം യോഹന്നാൻ ശുശ്രൂഷ ചെയ്ത അനന്തരം യേശു ക്രിസ്തു പുറത്തു വരും. യോഹന്നാന്റെ ശുശ്രൂഷയിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ചില വിടുതലുകൾ വൈകിയെന്നു വരാം. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ചില വിടുതലുകൾ വൈകിയെന്ന് വരാം. വൈകിയത് കൊണ്ട് കിട്ടത്തില്ലെന്നല്ല അർത്ഥം. ഏറ്റവും മേത്തരമായത്, ഏറ്റവും നല്ലത് ലഭിക്കുമെന്നാണ് അർത്ഥം. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മറുപടി നമ്മുടെ വിഷമങ്ങൾക്കകത്ത്, ഭാരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ വീടിനകത്തൊരു ജനനം ഉടലെടുക്കാൻ തുടങ്ങുന്നു. നാളിതുവരെ പ്രാർത്ഥിച്ച, വേദനിച്ച, നീ തല താഴ്ത്തേണ്ട അവസരങ്ങൾ നിന്റെ വീടിനകത്ത് കൊണ്ടിട്ട വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരും. വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.